ആഗോളതലത്തിൽ മാതൃമരണങ്ങൾ കുറയുമ്പോഴും രാജ്യത്ത് മാതൃമരണ നിരക്ക് വർദ്ധിച്ചു വരുന്നതായാണ് പ്രമുഖ മെഡിക്കൽ ജേണലായ ദ ലാൻസെറ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ ഏകദേശം 24,700 മാതൃമരണങ്ങൾ സംഭവിച്ചതായാണ് 2023 കണക്കുകൾ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എത്യോപ്യ, നൈജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ ആരോഗ്യരംഗത്തിന്റെ കൂപ്പുകുത്തൽ. അതേസമയം സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നേട്ടം കൈവരിച്ചതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നു. മാതൃമരണ നിരക്ക് നിയന്ത്രിക്കാൻ ദേശീയ സംസ്ഥാന സർക്കാരുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ് സത്യം പറയട്ടെ. പ്രസവങ്ങളിൽ മാതൃമരണങ്ങൾ ഏറുന്നത് എന്തുകൊണ്ട്? ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ പ്രസവം കഴിഞ്ഞ് 42 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്ന സ്ത്രീകളുടെ മരണത്തെയാണ് മാതൃമരണങ്ങളുടെ കണക്കിൽപ്പെടുത്തുക. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ, പ്രസവ സമയത്തെ അണുബാധകൾ, അമിതമായ രക്തസ്രാവം, ഉയർന്ന രക്തസമ്മർദ്ദം, ഗർഭഛിദ്രം എന്നിവയാണ് മാതൃമരണത്തിനുള്ള പ്രധാന കാരണങ്ങൾ. അപകടങ്ങൾ പോലുള്ള ആകസ്മിക കാരണങ്ങളാൽ സംഭവിക്കുന്ന മരണങ്ങൾ ഇതിൽ ഉൾപ്പെടില്ല. 1,00,000 ജീവനുള്ള ജനനങ്ങളിൽ സംഭവിക്കുന്ന മാതൃമരണങ്ങളുടെ എണ്ണത്തെയാണ് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. ഏതൊരു രാജ്യത്തിന്റെയും ആരോഗ്യ സൗകര്യങ്ങളുടെയും വികസനത്തിന്റെയും പ്രധാന സൂചികയാണ് ഇത്. ലോകമെമ്പാടുമുള്ള മാതൃമരണങ്ങളിൽ 36% ഇന്ത്യയുൾപ്പെടെ 5 രാജ്യങ്ങളിലാണെന്നാണ് പ്രമുഖ മെഡിക്കൽ ജേണലായ ലാൻസെറ്റിന്റെ പുതിയ വിശകലനം. നൈജീരിയ, ഇന്ത്യ, എത്യോപ്യ, പാകിസ്ഥാൻ, ക്യാമറൂൺ എന്നീ രാജ്യങ്ങളിലാണ് ആഗോള മാതൃമരണങ്ങളുടെ 1/3 സംഭവിക്കുന്നത്. മാതൃമരണങ്ങളുടെ എണ്ണത്തിൽ നൈജീരിയയ്ക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയിലെ മാതൃമരണ നിരക്ക് ഓരോ 1,00,000 പ്രസവങ്ങൾക്കും 116 ആണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ദക്ഷിണേഷ്യയിലും സബ് സഹാറൻ ആഫ്രിക്കയിലുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാതൃമരണങ്ങൾ നടക്കുന്നത്. നൈജീരിയ 32,900, എത്യോപ്യ 11,900, പാകിസ്ഥാൻ 10,300 എന്നിങ്ങനെയാണ് പട്ടികയിലെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ മരണനിരക്ക്. കേരളം, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ മരണനിരക്ക് കുറയ്ക്കുന്നതിൽ വിജയിച്ചപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസം തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങൾ പരാജയപ്പെടുകയായിരുന്നെന്ന് പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്തെ 30% ജില്ലകളിൽ, അതായത് 197 ജില്ലകളിൽ മരണനിരക്ക് 200-ന് മുകളിലാണ്. മാതൃമരണ നിരക്കുകൾ പോലുള്ള അടിസ്ഥാന സൂചികകളിൽ പിന്നാക്കമായി തുടരുന്നത് വികസനത്തിന്റെ ഗുണഫലം എല്ലാവർക്കും ലഭ്യമല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ നിർണായക ആരോഗ്യ പ്രശ്നമായി ഇപ്പോഴും തുടരുകയാണ് മാതൃമരണങ്ങൾ. ലാൻസെറ്റ് റിപ്പോർട്ടിലെ കണക്കുകൾക്ക് വിരുദ്ധമായി ഇന്ത്യയുടെ ഔദ്യോഗിക സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം 2021-23 പ്രകാരം രാജ്യത്തെ മാതൃമരണ നിരക്ക് 88 ആണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ മികച്ച പുരോഗതി കൈവരിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അവകാശവാദം. 2030ഓടെ മാതൃമരണ നിരക്ക് 70-ൽ താഴെ എത്തിക്കുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആധുനികമായ പ്രസവ സൗകര്യങ്ങൾ, മികച്ച ഗർഭകാല പരിചരണം, പ്രസവാനന്തര പരിശോധനകൾ എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ ഈ മരണങ്ങൾ വലിയൊരു പരിധിവരെ തടയാനാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതീക്ഷിക്കുന്നു. അതേസമയം മാതൃമരണ നിരക്ക് കുറയ്ക്കാനുള്ള ഇന്ത്യയിലെ ശ്രമങ്ങൾ ഫലം കാണുന്നില്ലെന്നും മറിച്ച് വർദ്ധിച്ചു വരികയാണെന്നുമാണ് ലാൻസെറ്റ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. മാതൃമരണങ്ങളിൽ 40%-ലധികവും രക്തസ്രാവം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ മൂലമാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ 1990-ൽ 45% രക്തസ്രാവം മൂലമുള്ള മരണം 2023-ൽ 33.7% കുറഞ്ഞു. അതേസമയം ഗർഭകാലത്തെ ഉയർന്ന രക്തസമ്മർദ്ദം മൂലമുള്ള മരണങ്ങൾ 10%-ൽ നിന്ന് 12.1% വർദ്ധിച്ചത് ആശങ്കാജനകമാണ്. കൃത്യസമയത്ത് ചികിത്സയും രക്തവും ലഭ്യമാക്കാൻ കഴിയാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് മരണങ്ങളിൽ ഏറെയും. കൃത്യമായ പരിശോധനകളിലൂടെ ഇത് കണ്ടെത്താനാകാത്തത് രോഗാവസ്ഥ രൂക്ഷമാക്കുന്നു. ഗ്രാമീണ മേഖലകളിലെ മതിയായ ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ആരോഗ്യ മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ പോലും ലഭ്യമല്ല. ആരോഗ്യ കേന്ദ്രങ്ങൾ നിലവിലുള്ള ഇടങ്ങളിൽ തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അഭാവം സേവനങ്ങളെ ബാധിച്ചു. നഗരങ്ങളിലെ ആശുപത്രികളാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരം പ്രദേശക്കാരുടെ ആശ്രയം. ചികിത്സാ രംഗത്തെ കോർപ്പറേറ്റ് വത്കരണവും പാവപ്പെട്ടവർക്ക് ചികിത്സ അപ്രാപ്യമാക്കി. ഗർഭകാലത്തെ പരിശോധനകളും പ്രസവവും വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നതിനാൽ
പല കുടുംബങ്ങളും ചികിത്സയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. ഇന്ത്യൻ സ്ത്രീകളിൽ പകുതിയിലേറെയും അനീമിയ ബാധിതരാണ്. ഗർഭകാലത്തെ ശരിയായ പോഷകാഹാരത്തിന്റെ അപര്യാപ്തത ആരോഗ്യാവസ്ഥയെ സങ്കീർണമാക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാതൃമരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. 1,00,000 പ്രസവം നടക്കുമ്പോൾ 30 അമ്മമാരുടെ മരണമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഈ നിരക്ക് അമേരിക്കയിൽ 18ഉം ഇന്ത്യ ഒട്ടാകെ എടുക്കുമ്പോൾ 88ഉമാണ്. പല വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ഇത് 150-ന് മുകളിലാണെന്ന് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതായത് നമ്മുടെ മാതൃമരണ നിരക്ക് വികസിത രാജ്യമായ അമേരിക്കയോട് കിടപിടിക്കുന്നതാണ്. 2020-22 വർഷങ്ങളിൽ ഈ നിരക്ക് 18 ആയിരുന്നു. ഇതായിരുന്നു കേരളം കൈവരിച്ച മാതൃമരണ നിരക്കിലെ മികച്ച നേട്ടം. കോവിഡ് മരണങ്ങൾ വർദ്ധിച്ച 2021-22 വർഷം ഈ നിരക്ക് 51ലേക്ക് ഉയർന്നിരുന്നു. മാതൃമരണങ്ങളുടെ നിരക്കിൽ നേരിയ കൂടുതൽ വന്നിട്ടുള്ളത് പ്രസവങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ് കാരണമാണ്. മുമ്പ് പ്രതിവർഷം 5 ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിരുന്ന പ്രസവങ്ങൾ ഇപ്പോൾ 4 ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞു. മാതൃമരണ നിരക്ക് കണക്കാക്കുന്നത് മാതൃമരണങ്ങൾ ഇല്ലാത്ത പ്രസവത്തിന്റെ അനുപാതത്തിലായതിനാൽ സ്വാഭാവികമായും നിരക്കിൽ ഇത് വർധനവുണ്ടാക്കി. മാതൃയാനം, ലക്ഷ്യ തുടങ്ങിയ സർക്കാർ പദ്ധതികൾ വഴി മാതൃമരണ നിരക്ക് 2030ഓടെ 20-ൽ താഴെ എത്തിക്കാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. അനാവശ്യമായ സിസേറിയൻ പ്രസവങ്ങൾ വർദ്ധിക്കുന്നത് മാതൃമരണ നിരക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇത് നേരിട്ടുള്ള ഒരേ ഒരു കാരണമല്ല. കഴിഞ്ഞ 16 വർഷത്തിനിടെ ഇന്ത്യയിൽ സിസേറിയൻ പ്രസവങ്ങൾ 12 ലക്ഷത്തിൽ നിന്ന് 54 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. 2008-2009 കാലഘട്ടത്തിൽ ഏകദേശം 12.03 ലക്ഷമായിരുന്ന സിസേറിയൻ പ്രസവങ്ങൾ 2024-2025 ആയപ്പോഴേക്കും 54.35 ലക്ഷമായി ഉയരുകയും ചെയ്തു. പക്ഷേ സ്വാഭാവിക പ്രസവത്തെ അപേക്ഷിച്ച് സിസേറിയനിൽ അപകട സാധ്യതകൾ കൂടുതലായതിനാൽ മാതൃമരണ നിരക്കിൽ സിസേറിയൻ പ്രസവങ്ങളിലെ സങ്കീർണതകളും കാരണമാകുന്നുണ്ട്. പ്രാഥമികാരോഗ്യ സംവിധാനത്തിന്റെ ശാക്തീകരണം, ഗുണമേന്മയുള്ള പ്രസവാനന്തര പരിചരണം, പോഷകാഹാര പദ്ധതികളിലെ കാര്യക്ഷമത തുടങ്ങിയവയാണ് മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിലെ പരിഹാരം. പ്രസവശേഷം 6 ആഴ്ചകൾക്ക് ശേഷവും കൃത്യമായ വൈദ്യസഹായവും പരിശോധനകളും ഉറപ്പാക്കേണ്ടതുണ്ട്. ഉൾനാടൻ ജില്ലകളിൽ സുരക്ഷിതമായ പ്രസവ സംവിധാനം ഉറപ്പാക്കുകയും രക്തബാങ്ക് സൗകര്യം താലൂക്ക് തലത്തിൽ വരെയെങ്കിലും ലഭ്യമാക്കുകയും വേണം. ഓരോ ജില്ലയിലെയും പ്രത്യേക സാഹചര്യം പരിഗണിച്ചുള്ള മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കണമെന്ന് ദ ലാൻസെറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ ജില്ലകൾക്കും ഒരേ നയം, ഒരേ പരിഗണന എന്ന നിലപാടിന് പകരം പിന്നാക്ക ജില്ലകൾക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കേണ്ടതുണ്ട്. കേരളം ഇതിനകം തന്നെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നേട്ടം കൈവരിച്ചത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള നിരന്തര നിരീക്ഷണത്തിലൂടെയാണ്. ഈ മാതൃക ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ച് രാജ്യം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചേ തീരൂ. മാതൃത്വം എന്നത് വെറും ഒരു വാക്കല്ല, അത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. മാതാക്കളുടെ ജീവൻ രക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ അടിസ്ഥാന ബാധ്യതയാണ്. വികസനത്തിന്റെ പേരിലുള്ള കണക്കുകൾ നിരത്തുന്നതിനിടയിൽ മാതൃത്വത്തിന്റെയും മനുഷ്യജീവന്റെയും മൂല്യം വിസ്മരിക്കരുത്. പുതിയ തലമുറയിലൂടെയാണ് രാജ്യത്തിന്റെ ഭാവി ഉറപ്പാക്കേണ്ടത്. ആ തലമുറയെ ലോകത്തിന് സമർപ്പിക്കുന്ന മാതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്ത വികസനം അർത്ഥശൂന്യമാണ്. ഇതോടെ ഇന്നത്തെ സത്യം പറയട്ടെ അവസാനിക്കുന്നു. നമസ്കാരം.